إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹൃദയം അത് സങ്കടത്തിലാകാനും കണ്ണുനീർ അത് പൊഴിക്കാനുള്ള നേരമായിരിക്കുന്നു. അഥവാ മാന്യനായ അതിഥി നമ്മിലേക്ക് വന്ന മാന്യനായ അതിഥി നമ്മിൽ നിന്നും വിട പറയാനായിരിക്കുന്നു. അതേ സഹോദരങ്ങളെ, റമളാൻ അത് നമ്മളിൽ നിന്നും യാത്രയാകാനായിരിക്കുന്നു. എങ്ങനെയാണ് റമളാനിൻ്റെ വേർപാടിൽ ഒരു മുഅ്മിനിന് അത് പോകുന്നത് ആലോചിച്ച് സങ്കടപ്പെടാതിരിക്കാൻ സാധിക്കുക? ആ റമളാൻ മാസത്തിൽ സൽപ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഇരട്ടിയായാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക. അങ്ങനെയുള്ള റമളാൻ നമ്മിൽ നിന്നും ഇതാ യാത്ര പോകാനായിരിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നാൽ, റമളാൻ അതിനിയും വന്നേക്കാം, പക്ഷേ ഞാനും നിങ്ങളും ആ റമളാനിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, റമളാൻ നമ്മിലേക്ക് വന്നപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു, അഹ്ലൻ അഹ്ലൻ, ഇതാ റമളാൻ, നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് നമ്മളിതാ അതിനെ വരവേറ്റു. ഇപ്പോൾ നമ്മൾ പറയുന്നു, മഹ്ലൻ മഹ്ലൻ, നീ ഒന്ന് സാവകാശം പോകൂ, നീ ഒന്ന് പതുക്കെ പോകൂ എന്ന് റമളാനിനോട് നമ്മൾ പറയുന്ന അവസ്ഥയാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, മാസപ്പിറ കണ്ട ദിവസം നമ്മൾ ഓർക്കുന്നില്ലേ? എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ അത് കഴിഞ്ഞു പോകുന്നത്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ അത് കടന്നു നീങ്ങുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിൻ്റെ അവസ്ഥ. ഇങ്ങനെ പെട്ടെന്ന് ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോവുക എന്നതാണ് ഈ ദുനിയാവിൻ്റെ അവസ്ഥ. അത്രയും നൈമിഷികമായ നിരർത്ഥകമായ ഒരു ഗേഹമാകുന്നു ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ദുനിയാവിൻ്റെ നിരർത്ഥകതയും നൈമിഷികതയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നില്ലേ? അല്ലാഹു പറയുന്നു, മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ. ആരാണോ എന്നിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, അവൻ നാളെ ഖിയാമത്ത് നാളിൽ അവൻ്റെ പാപഭാരം അത് വഹിക്കേണ്ടി വരും. ഖാലിദീന ഫീഹി വസാഅ ലഹും യൗമൽ ഖിയാമത്തി ഹിംല. അവൻ ആ നരകത്തിൽ അവൻ ശാശ്വതനായിരിക്കും. അവൻ വഹിക്കേണ്ടി വരുന്ന കാര്യം എത്ര മോശമായ കാര്യമാണ് എന്ന് പറയുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹു പറയുന്നു, യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ, വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ ദുർഖാ, കുറ്റവാളികളെ, തെറ്റുകൾ ചെയ്ത ആളുകളെ
ഹറാം ഹലാൽ നോക്കാതെ ജീവിച്ച ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. യൗമഇദിൻ സുർഖ, ഏതവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ അവരെ ഒരുമിച്ച് കൂട്ടുക? നീലവർണ്ണമുള്ളവരായ നിലക്ക്, നീലവർണ്ണമുള്ളവരായ നിലക്കാണ് അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് അവിടെയുള്ള ആളുകൾ അവർ പറയുമെന്നാണ്, യതഖാഫതൂന ബൈനഹും ഇല്ലബിസും ഇല്ലാ അശ്റ. എന്താണ് പ്രിയപ്പെട്ടവരെ അവർ പറയുന്ന കാര്യം? ദുനിയാവിൽ നമ്മൾ 10 ദിവസമാണ് ജീവിച്ചത് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ചു നോക്കണം, ദുനിയാവിൽ നമ്മൾ വെറും 10 ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് ഇങ്ങനെയുള്ള കുറ്റവാളികൾ പറയും. എത്ര വർഷം ജീവിച്ച ആളുകൾ? ധാരാളം വർഷം ജീവിച്ച ആളുകൾ. തീർന്നോ? ഇല്ല. നഹ്നു അഅലമു ബിമാ യഖൂലൂൻ. അവർ പറയുന്ന കാര്യം നമ്മൾ കൃത്യമായി അറിയുന്നവരാണ്. അള്ളാഹു പറയുന്നു, അവർ ശബ്ദം താഴ്ത്തിയത് കൊണ്ട് കാര്യമില്ല, അവർ പറയുന്ന കാര്യം നമ്മൾ കൃത്യമായി അറിയുന്നു. ഇദ് യഖൂലു അംസലുഹും തരീഖതൻ ഇല്ലബിസും ഇല്ലാ യൗമ. അവരുടെ കൂട്ടത്തിലുള്ള മാന്യനായ വ്യക്തി അവൻ പറയുമെന്നാണ്, നമ്മൾ ദുനിയാവിൽ 1 ദിവസം മാത്രമാണ് ജീവിച്ചത് എന്ന്. സുബ്ഹാനല്ലാഹ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ള ആളുകളാണെങ്കിൽ നമുക്കൊന്നും കൂടിയും കരുതാം ഈ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന്. കാരണം നമ്മൾ ചിന്തിച്ചു നോക്കുക, 50-60 വർഷം നമ്മളിവിടെ ജീവിച്ചു, അല്ലെങ്കിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് 60 വർഷം ജീവിച്ച ഒരു ഫീലാണ് ഉള്ളത്. 60 വർഷം നമ്മൾ ജീവിച്ചതുപോലെയാണോ നമുക്ക് തോന്നുന്നത്? അല്ല, വളരെ വിരളം ദിവസം മാത്രം എന്നാണ് നമ്മൾ ദുനിയാവിൽ തന്നെ കരുതുന്നത്. പക്ഷെ നോക്കൂ സഹോദരങ്ങളെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സമുദായത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചത് മാത്രം 950 വർഷമാണ്. ഇങ്ങനെ ധാരാളം ആയുസ് ലഭിച്ച ആളുകൾ പറയുന്ന വാക്കാണിത്. അതല്ലാതെ നമ്മുടെ ഉമ്മത്തിലെ ആളുകൾ മാത്രം പറയുന്നതല്ല. 950 1000 വർഷം ജീവിച്ച ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ എത്തിയാൽ പറയുന്ന കാര്യമാണ്, നമ്മൾ ദുനിയാവിൽ ജീവിച്ചത് 1 ദിവസം മാത്രമാണ്. മറ്റു ചില ആയത്തുകളിൽ വന്നതായി കാണാം, ബഅളയൗം, ചില ദിവസങ്ങൾ മാത്രം, അഥവാ ഉച്ചവരെ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ നാളെ ഖിയാമത്ത് നാളിൽ ദുനിയാവിൻ്റെ നിരർത്ഥകത അറിയിക്കുന്ന ആയാത്തുകൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വളരെ വിരളം മാത്രമാണ് ദുനിയാവിലെ ഈ ദിവസം എന്നുള്ളത്. നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു കാര്യം അത് നമ്മൾ നാട്ടിവെക്കുക എന്നുള്ളതാണ്. അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റമളാൻ അത് പൂർണ്ണമായി നമ്മിൽ നിന്നും അവസാനിച്ചിട്ടില്ല. ഇനിയും 7 ദിവസങ്ങൾ അല്ലെങ്കിൽ 6 ദിവസങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. ഒരുപക്ഷെ ആ ദിവസങ്ങളിലായിരിക്കാം ലൈലത്തുൽ ഖദറിന്റെ രാവ് ഉണ്ടായിരിക്കുക. നമുക്കറിയില്ല അത് കഴിഞ്ഞു പോയോ അതല്ല ഇനി വരാനുണ്ടോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നല്ലൊരു ഉപമ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കയ്യിലേക്ക് ഒരു 10 ചാവി തന്നുകൊണ്ട് ഒരാൾ പറയുകയാണ്, ഈ ദുനിയാവിലെ മുഴുവൻ സമ്പത്തുമുള്ള ഒരു പെട്ടി എൻ്റെ അരികിലുണ്ട്. ഞാൻ തന്ന ഈ 10 ചാവികളിൽ ഒരു ചാവി ആ പെട്ടിയുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ചാവി മാത്രമാണോ എടുക്കുക? അതല്ല ആ 10 ചാവിയും എടുത്തുകൊണ്ട് അത് നമ്മൾ പരീക്ഷിച്ചു നോക്കുമോ? ഇതുപോലെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ അവസാനത്തെ 10 ദിവസങ്ങൾ. ചില ആളുകളെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും, ചില ദിവസങ്ങളിൽ മാത്രം അവർ രാത്രി ഒഴിച്ചുകൂട്ടും അല്ലെങ്കിൽ കഴിച്ചുകൂട്ടും. മറ്റുള്ള ദിവസങ്ങളിൽ ഉറങ്ങി തീർത്തുകൊണ്ടും അതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള രാത്രി അങ്ങനെയാകാൻ പാടില്ല. ഊർജത്തോടുകൂടി നമ്മൾ പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ നമ്മുടെ ഈ കാലഘട്ടത്തിൽ 1000 മാസം ജീവിച്ച അല്ലെങ്കിൽ അതുപോലെ ജീവിച്ച ആളുകളെ നമുക്കറിയുന്നത് ആരെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം കൊണ്ട് നമുക്കിതാ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടും നമ്മൾ മുഖം തിരിഞ്ഞ് കളയുന്ന ആളുകളാണെങ്കിൽ നമ്മളാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും നഷ്ടക്കാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആകാൻ പാടില്ല. എങ്ങോട്ടാണ് നമ്മുടെ ഈ പോക്ക്? എങ്ങോട്ടാണ് നമ്മുടെ ഈ അശ്രദ്ധ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കേണ്ട ആളുകളാണ് എന്നുള്ള ചിന്ത നമ്മളിൽ നിന്ന് മറന്നുപോയോ എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അവിടുന്ന് പറഞ്ഞില്ലേ, ഇൽതമിസു ലൈലത്തുൽ ഖദ്രി ഫി ആഖിരി ലൈലത്തിൻ മിൻ റമളാൻ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ റമളാനിന്റെ അവസാനത്തെ രാത്രിയിൽ പ്രതീക്ഷിക്കുക. എന്താണ് പ്രിയപ്പെട്ടവർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ അവസാനത്തെ രാത്രിയിലായിരിക്കാം ഒരുപക്ഷേ ലൈലത്തുൽ ഖദർ എന്നുള്ളതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് നമുക്ക് അറിയിച്ചു തരുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി കാണാം. എന്താണ്? കുതിരപ്പന്തയം നമുക്കറിയുന്നതാണ്. ആ കുതിരപ്പന്തയത്തിൽ ഒരു കുതിര, നമ്മൾ ചിന്തിക്കണം, ബുദ്ധിയില്ലാത്ത നാൽക്കാലികളുടെ കൂട്ടത്തിൽ പെട്ട കുതിര ആ മത്സരം വിജയിക്കാൻ അതിന്റെ അവസാനത്തെ റൗണ്ട്, അവസാനത്തെ അതിന് ലഭിച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനം അതിലേക്ക് എത്തുമ്പോൾ അതിന്റെ അവസാനത്തെ സമയം അതിന്റെ സർവ്വ ഊർജവും പുറത്തേക്കെടുക്കും. എന്തിനു വേണ്ടിയാണ്? ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒന്നാമതായി എത്താൻ. ഇതുപോലെ ആയിരിക്കണം ഒരു മുഅ്മിൻ, ഇതുപോലെ ആയിരിക്കണം ഒരു മുഅ്മിൻ. നമുക്കിതാ റമളാനിന്റെ അവസാനത്തെ സമയം എത്തിയിരിക്കുന്നു, നമ്മുടെ ഊർജം പുറത്തേക്കെടുക്കേണ്ട സമയമാണ്. അതല്ലാതെ നമ്മളിൽ പല ആളുകളും നമുക്ക് റമളാനിൽ അതിന്റെ തുടക്കത്തിൽ വളരെ ഊർജമുണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? റമളാനിന്റെ ഒന്നാമത്തെ ദിവസം നമ്മൾ 5-6 ജുസ് ഖുർആൻ പാരായണം ചെയ്തു, ധാരാളം സദഖകൾ നൽകി, അതുപോലെയുള്ള സൽപ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെട്ടു. എന്നാൽ ദിവസം അത് കഴിയുമ്പോൾ ഇതാ നമ്മുടെ ഊർജം കുറഞ്ഞ് ഖുർആൻ തന്നെ അത് മാറ്റിവെക്കുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകട്ടെ. ഖുർആൻ ഓതാത്ത ആളുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ ഖുർആൻ ഓതാത്ത ഒരവസ്ഥയിലേക്ക് പല ആളുകളും ചെന്നെത്തിയിട്ടുണ്ട്. അവരുടെ സങ്കേതം ഇപ്പോൾ എവിടെയാണ്? അങ്ങാടികളിലും അതുപോലെയുള്ള മാർക്കറ്റുകളിലുമാണ്. അവർ പള്ളിയിൽ നിന്നിതാ പൂർണ്ണമായും വിരമിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പുറത്തു നൽകട്ടെ. എന്നിട്ട് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, ഒരു കുതിര നിന്നേക്കാൾ ബുദ്ധിയുള്ള ഒരു മൃഗമായി മാറാതിരിക്കട്ടെ. കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? അതുവരെ ചിന്തിക്കുന്നുണ്ട് അവസാനത്തെ സമയത്താണ് ഊർജം പുറത്തേക്ക് എടുക്കേണ്ടത് എന്നുള്ളത്. അതുമാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, തീർച്ചയായും പ്രവർത്തികൾ പരിഗണിക്കപ്പെടുക അതിന്റെ അവസാനം എങ്ങനെയാണോ അത് പരിഗണിച്ചുകൊണ്ടാണ് എന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞില്ലേ. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള 7 ദിവസങ്ങൾ അല്ലെങ്കിൽ 6 ദിവസങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉത്സാഹത്തോടെ പണിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ഇതാ ഈ ദിവസം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് നിയമമാക്കപ്പെട്ട ഒരു കാര്യമാണ് തക്ബീറുകൾ മുഴക്കുക എന്നുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം, ഒരുപക്ഷേ ഇനി നമുക്കൊരു വെള്ളിയാഴ്ച കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് മുൻകൂട്ടി പറയുന്നതാണ്. നമ്മുടെ ഈ മാസം ഒന്നെങ്കിൽ ശവ്വാൽ മാസപ്പിറ കണ്ടു കഴിഞ്ഞാൽ, അതല്ല എങ്കിൽ 30 പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ മേൽ സുന്നത്തായ ഒരു പ്രവൃത്തിയാണ് അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന തക്ബീറുകൾ മുഴക്കുക എന്നുള്ളത്. ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന തെറ്റായ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പള്ളിയിലുള്ള ആളുകൾ മാത്രം പറയേണ്ടതാണ് എന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ കാര്യം, മറിച്ച് ഓരോ ആളുകളും അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ അങ്ങാടിയിലായാലും വീടുകളിലായാലും അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഓരോ ആളുകളുടെ മേലും സുന്നത്തായ കാര്യം. അത് സുന്നത്താണ്, പക്ഷേ അത് വിസ്മരിക്കപ്പെട്ട ഒരു സുന്നത്തായി മാറിയിരിക്കുന്നു. വെറും പള്ളിയിലും അതുപോലുള്ള സ്ഥലങ്ങളിലും മാത്രം പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അഹ്ലു സുന്ന, നമ്മൾ സുന്നത്തിന്റെ ആളുകളാണ്. ആ സുന്നത്തിനെ ജീവിപ്പിക്കുക റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയായിട്ടുള്ള ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് നൽകുക എന്നുള്ളത്. ഫിത്ർ സക്കാത്ത് അത് നൽകുക എന്നുള്ളത് ഓരോ ചെറിയവനും വലിയവനും ആണിനും പെണ്ണിനുമെല്ലാം നിർബന്ധമായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത് നൽകുക എന്നുള്ളത്. അതിന്റെ കണക്ക് ഒരു സാഅാണ്. ഒരു സാഅ് എന്താണ് പ്രിയപ്പെട്ടവരെ? ഒരു സാഅ് എന്നുള്ളത് കിലോഗ്രാമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ കണക്ക് പല കണക്കുകളും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചതായി കാണാം 3 കിലോ ആണ് അതിന്റെ കണക്ക്. 3 കിലോ. മറ്റു ചില അഭിപ്രായങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, അരി മാത്രമല്ല
അതിന് നൽകാൻ പറ്റിയത്. അതിന് സമാനമായതും നമുക്ക് നൽകാവുന്നതാണ്. പക്ഷേ പൊതുവെ നമ്മുടെ നാട്ടിൽ കൂടുതലായി അരിഭക്ഷണമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അത് നൽകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ ഫിത്ർ സക്കാത്ത് നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നത്? വെറുതെ ഇങ്ങനെ കൊടുക്കാനാണോ? ഒരിക്കലുമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, തുഹ്റത്തൽ ലിസ്സായിമി. എന്തിനു വേണ്ടിയാണ്? ഒരു നോമ്പുകാരനെ ശുദ്ധീകരിക്കാൻ വേണ്ടി. നോമ്പുകാരനെ ശുദ്ധീകരിക്കാൻ വേണ്ടി. ഏതിൽ നിന്നൊക്കെ? മിനൽ ലഗ്വി വറഫസ്. അവൻ മോശമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, മോശമായ പ്രവർത്തികൾ റമളാനിൽ അവൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ മനുഷ്യന്മാരാണ്, മലായിക്കത്തുകളല്ല. നമുക്ക് ചില വീഴ്ചകൾ വന്നേക്കാം, നമുക്ക് ചില തെറ്റുകൾ സംഭവിച്ചേക്കാം. അതിന് കഫാറത്ത് എന്നോണം, അത് ഇല്ലാതാകണമെന്നോണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അല്ലാഹു നമുക്ക് നിയമമാക്കി വെച്ച കാര്യമാണ് ഫിത്ർ സക്കാത്ത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു. തുടർന്ന് അവിടുന്ന് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, വതുഅമതൽ ലിൽ മസാകീൻ. അതിനുവേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ പാവപ്പെട്ടവരായ നമ്മുടെ സഹോദരങ്ങളെ കൂടി പരിഗണിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടിയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. അവർക്ക് വേണ്ടി ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിത്ർ സക്കാത്ത് നിയമമാക്കിയിരിക്കുന്നു എന്നുള്ളത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്ത് മഹത്തരമായ ഒരു ദീനാണ് നമ്മുടേത്. അങ്ങനെയുള്ള ദീനിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. എല്ലാവരും പരിഗണിക്കണം, എല്ലാവരും പരിഗണിക്കണം എന്ന ഒരു നിലപാടുള്ള ദീൻ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇങ്ങനെയുള്ള ഒരു ദീനിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. എല്ലാവരും പരിഗണിക്കണം, പാവപ്പെട്ടവരും തിന്നട്ടെ, അവരും ആഘോഷിക്കട്ടെ എന്നൊരു നിലപാടാണ് നമ്മുടെ ദീനിനുള്ളത്. അൽഹംദുലില്ലാഹ്. ഈ ഒരു കാര്യവും പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, നിസ്കാരത്തിന് മുൻപ് തന്നെ നമ്മൾ ഇത് കൊടുത്തു വീട്ടേണ്ടതുണ്ട്. ഈ ഫിത്ർ സക്കാത്ത് എന്നുള്ളത് നിസ്കാരത്തിന് ശേഷമാണ് അത് കൊടുക്കുന്നതെങ്കിൽ വെറും സദഖയായിട്ടാണ് അത് പരിഗണിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ അവർ ഫിത്ർ സക്കാത്തിന് അരിക്ക് പകരം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്ക് പകരം പണം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പാവപ്പെട്ട ആളുകൾക്ക് അതൊരിക്കലും ശരിയല്ല. ഞാൻ പറയുന്നത്, നമ്മൾ പള്ളിയിൽ പൈസ ഏൽപ്പിച്ച് ആ പള്ളിക്കാർ അരിയാണ് നൽകുക, അതല്ല. മറിച്ച് നമ്മൾ തന്നെ ഒരു പാവപ്പെട്ടവനാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് അരിയായിട്ട് തന്നെ നൽകണം. അങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണമായി തന്നെ നൽകാൻ നമ്മളോട് മറ്റൊരു സന്ദർഭത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. ഏതാണ് പ്രിയപ്പെട്ടവരെ ആ സന്ദർഭം? നമ്മുടെ സക്കാത്ത്, അഥവാ നമ്മൾ മാറ്റിവെച്ച പണം, അതല്ലെങ്കിൽ മാറ്റിവെച്ച സ്വർണം, അതിന്റെ നിസാബ്, അതിന്റെ കണക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ 2.5% നിന്ന് പണമായി തന്നെ നൽകാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ അരിയായിട്ട് തന്നെ നമ്മൾ അത് നൽകണം എന്നുള്ളതാണ്. ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കാണാം, ഇങ്ങനെ പണമായി നൽകുക എന്ന അഭിപ്രായപ്പെട്ട ആളുകൾക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്ന് ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ വിഷയവും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വളരെ മഹത്തരമായ ഇബാദത്താണ് പെരുന്നാൾ നിസ്കാരം എന്നത്. ആ നിസ്കാരത്തിലേക്ക് പുറപ്പെടാനും പോകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആർത്തവകാരികളായ സ്ത്രീകളോട് പോലും ആ നിസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ആ മുസല്ലയിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരോട് നിസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും അവരുടെ സഹോദരിമാരോടൊത്ത് ആ ആഘോഷത്തിൽ പങ്കെടുക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായി കാണാം. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിർവരമ്പുകൾ അത് പൊട്ടിക്കാതെ അതിന്റെ ചിട്ടയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആഘോഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന് രണ്ട് ആഘോഷമാണ് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് തന്നത്. ഒന്ന് ഈദുൽ അദ്ഹ, അതുപോലെ തന്നെ ഈദുൽ ഫിത്ർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിലും സഹാബി വനിതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ റസൂലേ, നമ്മുടെ സഹോദരിമാരിൽ ചില ആളുകൾക്ക് അവർക്ക് മുഖം മറക്കാൻ മുഖമക്കനയില്ല, അവരെങ്ങനെയാണ് നിസ്കാരത്തിലേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തന്റെ സഹോദരിയെ അത് കൊടുത്തുകൊണ്ട് സഹായിക്കട്ടെ. നോക്കൂ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയും പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്.
ഇങ്ങനെയുള്ള ഒരു ദീനിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ അറിവിൽ പാവപ്പെട്ട ഇതുപോലുള്ള ആളുകൾ ആരെങ്കിലും പുതുവസ്ത്രം എടുക്കാത്ത അതുപോലെയുള്ള പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ നമ്മൾ അത് കണ്ടെത്തി ആ കാര്യം ചെയ്യണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. അവരും ധരിക്കട്ടെ പുതുവസ്ത്രം, അവരും ആഘോഷിക്കട്ടെ, അവരും നല്ലത് ഭക്ഷിക്കട്ടെ എന്നത് നമ്മൾ ചിന്തിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കാര്യവും അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, റമളാൻ നമുക്ക് ലഭിച്ച അവസരമാണ്. അഥവാ നമ്മുടെ ജീവിത ശൈലി തന്നെ നമുക്ക് മാറ്റാം എന്ന് കാണിച്ചു തന്ന ഒരു സമയമാണ് റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഹലാലായ പലതും റമളാനിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഭക്ഷണപാനീയങ്ങൾ നമുക്ക് ഹലാലാണ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓരോ ആളുകളും നമ്മൾ ആ ഭക്ഷണം ഒഴിവാക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം അത് ഒഴിവാക്കാൻ പകലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചു, അത് നമ്മൾ ഒഴിവാക്കി. ഓരോ മുസ്ലിമീങ്ങളും അത് കൃത്യമായി അതങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തെളിയിച്ചു തരികയാണ്. എന്ത്? ഹലാലായ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ, ശ്രദ്ധിക്കുക, ഹലാലായി നിനക്ക് നിശ്ചയിച്ചു തന്ന കാര്യങ്ങൾ നിനക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ നിനക്ക് എളുപ്പത്തിൽ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളും ഒഴിവാക്കാൻ സാധിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് തെളിയിച്ചു തരികയാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കാര്യം? നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടത്. എന്നാൽ ഖേദകരം എന്തെന്നാൽ ചില ആളുകളെങ്കിലും അവർ ചിന്തിച്ചു വച്ചിരിക്കുന്ന കാര്യം എന്താണ്? റമളാൻ അവസാനിച്ചിട്ട് വേണം ഞാൻ നിർത്തിവെച്ച തിന്മകളെല്ലാം ഒന്നുകൂടി തുടരാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കട്ടെ. ചില ആളുകളെങ്കിലും ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യം അതാണ്, ഈ റമളാൻ അതൊന്ന് കഴിഞ്ഞ് കിട്ടിയിട്ട് വേണം ഞാൻ ഉപേക്ഷിച്ച പുകവലി അത് വീണ്ടും തുടങ്ങാൻ. പല സിനിമകളും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, അതിലൊന്നുകൂടി എനിക്ക് മടങ്ങണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ ചിന്തയുമായിട്ടാണ് ഒരുവൻ അവന്റെ ഭക്ഷണപാനീയങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ഉപേക്ഷിച്ചതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവന്റെ നോമ്പ് സ്വീകരിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഒരിക്കലും റമളാനിയാകാൻ പാടില്ല, മറിച്ച് റബ്ബാനിയാകണം. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, കുൻ റബ്ബാനിയൻ വലാ തകുൻ റമളാനിയ. എന്താണ് പ്രിയപ്പെട്ടവരെ റമളാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അള്ളാഹുവിനെ അവൻ റമളാൻ മാസത്തിൽ മാത്രമാണ് അറിയുന്നത്. അഥവാ റമളാൻ മാസമായി കഴിഞ്ഞാൽ അവന് നിസ്കാരത്തിൽ കാണാം, ഖുർആൻ ഓത്തിൽ അവനെ കാണാം, സൽപ്രവൃത്തിയിൽ കാണാം. എന്നാൽ റമളാൻ അത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ കാണാൻ കിട്ടുന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നീ റബ്ബാനിയാകണം. എന്താണ് റബ്ബാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ഥിരമായി റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന ഒരുവനായി മാറണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യവും പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുക. കിട്ടിയ അവസരം മുതലെടുക്കുക. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നിരർത്ഥകമാണ്, നൈമിഷികമാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് അവശേഷിക്കുന്ന ദിവസം എത്രയാണ് എന്നുള്ളത് നമുക്ക് ആർക്കാണ് അറിയുക? ആർക്കാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയുന്നത്? ഇനി ഒരുപക്ഷെ നമുക്ക് മണിക്കൂറുകൾ മാത്രമായിരിക്കാം, അതല്ല എങ്കിൽ മിനിറ്റുകൾ മാത്രമായിരിക്കാം. ആർക്കാണ് അറിയുന്നത് ഈ ഒരു കാര്യം? നമ്മിൽ നിന്ന് ഇതാ 30, 40, 50 വർഷം കഴിഞ്ഞുപോയി. ഇനി നമ്മുടെ ദിവസം ഇതാ എണ്ണപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. പ്രിയപ്പെട്ടവരെ, മരണം എത്തിക്കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അഭിമുഖീകരിക്കേണ്ട കാര്യം, ആ ഒരു രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയാനകമാണ്. നമ്മൾ ഓരോ ആളുകളും ഖേദിക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ. ഇതാ ഓരോ ആളുകളും മരണം എത്തിക്കഴിഞ്ഞാൽ റബ്ബിനോട് കാണുകയാണ് കൊണ്ട് പറയും, റബ്ബി
വേണമേ. എന്തിനു വേണ്ടിയാണത്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, ഞാൻ ഉപേക്ഷിച്ചതായ, ഞാൻ ചെയ്യാതെ വെച്ചതായ പല പ്രവർത്തികളുമുണ്ട് റബ്ബേ, എനിക്കതൊന്ന് ചെയ്യാനോ എനിക്കൊരവസരം തരണം, എനിക്കൊരു തസ്ബീഹ് ചൊല്ലാൻ ഒരവസരം തരണം, എനിക്കൊരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ റബ്ബേ അവസരം തരണമെന്ന് താണ് കേണുകൊണ്ട് റബ്ബിനോട് കെഞ്ചുന്ന ഒരു രംഗം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖബറാളികളോട്, ഇതാ മരിച്ച ആളുകളോട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവരോട് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം എന്താണ്? യൗമൻ മിൻ റമളാൻ, റമളാനിലെ ഒരു ദിവസം. നോക്കൂ പ്രിയപ്പെട്ടവരെ, 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസം റമളാൻ ലഭിക്കണമെന്നല്ല, റമളാനിലെ ഒരു ദിവസം നമുക്ക് വേണമെന്ന് ഖബറാളികൾ കൊതിക്കുന്ന ദിവസമാണ് റമളാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ അലംഭാവം കാണിക്കുന്നത്, നമ്മൾ അശ്രദ്ധ കാണിക്കുന്ന ഈ ദിവസമുണ്ടല്ലോ, ഖബറാളികൾ കൊതിക്കുന്ന ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നമ്മളും ഇതുപോലെ ഖേദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക, നമ്മൾ അലംഭാവം വരുത്തിയ ആളുകളാണ് എങ്കിൽ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മരണം അതല്ല എങ്കിൽ എപ്പോഴാണ് മരണം സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, ഒരാൾക്കും അറിയില്ല നാളെ ഓരോ ആളുകളും എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളത്. അതിനുശേഷം അല്ലാഹു പറയുന്നു, വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഒരാൾക്കും അറിയില്ല ഏത് സ്ഥലത്ത് വെച്ചാണ് ഓരോ ആളുകളും മരണപ്പെടുക എന്നുള്ളത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, സൽപ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക, സൽപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടതായ ഒരു രംഗം വരാനുണ്ട്. വല്ലാഹി, നമ്മൾ ഈ നിൽക്കുന്ന ഓരോ ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാനുണ്ട്. ആ നൃത്തം വെറുതെയാണോ? ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കപ്പെടും. ആ ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകിക്കൊണ്ടല്ലാതെ നമ്മുടെ കാലുകൾ നമുക്ക് മുൻപോട്ടേക്ക് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു, നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ദിവസം വരാനുണ്ട്. ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ, അവനും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു പരിഭാഷകന്റെ ആവശ്യവുമില്ലാത്ത ദിവസം വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരും കാണാതെ നമ്മൾ ചെയ്ത തിന്മകളുണ്ടല്ലോ, ആരും അറിയാതെ നമ്മൾ കേട്ട പാപങ്ങളുണ്ടല്ലോ, അതൊക്കെ പരസ്യമാകാനുള്ള ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, യൗമ തുബലസ് സറായിർ, രഹസ്യങ്ങളെല്ലാം പരസ്യമാകുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ വിഷയമല്ല, അത് ചെറിയ കാര്യമല്ല. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, എല്ലയോ ജനങ്ങളെ, മനുഷ്യരാശിയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ മുറപ്രകാരം സൂക്ഷിക്കണം, അല്ലാഹു കൽപ്പിച്ച കാര്യം നിങ്ങൾ ചെയ്യണം, അവൻ വെടിയാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തുടർന്ന് പറയുകയാണ്, ഇന്ന സൽസലത്തസ് സാഅതി ശൈഉൻ അദീം, തീർച്ചയായും ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം അത് വളരെ കഠിനമാണ്, അത് വളരെ ഭയാനകമാണ്. എത്രത്തോളം? യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതിൻ ഹംലി ഹംലഹാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറഞ്ഞു തരികയാണ് എന്താണ് ആ ദിവസത്തിന്റെ ഭയാനകത. മുല കുടിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ മുല കുടിക്കുന്ന കുട്ടിയുടെ മാതാവ് ആ കുട്ടിയെ പറ്റി അശ്രദ്ധയിലായി പോകും. എന്തായിരിക്കും ആ അവസ്ഥ? ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. ചെറിയ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാതാവിന് ആ കുട്ടിയോട് എത്രത്തോളം സ്നേഹമുണ്ടാകും. പക്ഷെ ഖിയാമത്ത് നാളിൽ അതിന്റെ ഭയാനകത കൊണ്ട് ആ കുട്ടിയെ പറ്റി ആ ഉമ്മ അശ്രദ്ധയിലായി പോകും. അത് മാത്രമാണോ, വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭം ധരിച്ച സ്ത്രീകൾ അവർ പ്രസവിച്ചു പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖിയാമത്ത് നാളിന്റെ ഭയാനകത കൊണ്ട് ഗർഭിണികൾ പ്രസവിച്ചു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ, അന്നേ ദിവസം ജനങ്ങളെ മത്ത് പിടിച്ചവരായി നമുക്ക് കാണാൻ സാധിക്കും. വമാ ഹും ബിസുകാറാ, അവർ ലഹരി ഉപയോഗിച്ചത് കൊണ്ടല്ല അവർ മത്ത് പിടിച്ചവരായിരിക്കുന്നത്. വലാകിന്ന അദാബല്ലാഹി ശദീദ്, മറിച്ച് അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ അത് വളരെ ഭയാനകമാണ് എന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു രംഗം നമുക്ക് വരാനുണ്ട്. വല്ലാഹി വല്ലാഹി വല്ലാഹ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന കാര്യമാണ്. മറ്റൊരായത്തിൽ അല്ലാഹു ഇതാ വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നു, ഓർമ്മപ്പെടുത്തുന്നു, കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക, ഭൂമി പൊടിപൊടിയാകുന്ന ദിവസം, ഭൂമി പൊടിപൊടിയാകുന്ന ദിവസം, അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. വജാഅ റബ്ബുക്, നിന്റെ റബ്ബ് വരും, നിന്റെ റബ്ബ് വരും അന്നേ ദിവസം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലത് കൈയിൽ ചുരുട്ടി പിടിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ വലത് കൈയിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിക്കും, ഐനൽ മലിക്, ഐന മുലൂക്കുൽ അർള്, എവിടെ ഭൂമിയിലെ സ്വേച്ഛാധിപതികളായ ഭരണാധികാരികൾ എവിടെ? അനൽ മലിക്, ഞാനാണ് യഥാർത്ഥ രാജാവ് എന്ന് അല്ലാഹു ചോദിക്കാനുള്ള ഒരു ദിവസം നമ്മുടെ മുന്നിൽ വരാനുണ്ട്. വജാഅ റബ്ബുക് വൽ മലകു സഫൻ സഫ, മലായിക്കത്തുകൾ, അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ അവർ വരിവരിയായി വരും. നമ്മൾ ഇന്നുവരെ ആരും മലായിക്കത്തുകളെ കണ്ടിട്ടില്ല. അതിന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അത് മാത്രമാണോ പ്രിയപ്പെട്ടവരെ? വജീഅ യൗമഇദിൻ ബിജഹന്നം, ആ ദിവസം നരകം കൊണ്ടുവരപ്പെടും. എന്താണ് പ്രിയപ്പെട്ടവരെ നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിനെങ്ങാനും നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ ഹൃദയം അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറിച്ചു പോകും എന്ന് സഹാബികൾ പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ്? ഇത്രയും ഭയാനകമായ, ഇത്രയും മോശമായ ഒരു സ്ഥലം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു രംഗം നമുക്ക് വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. അന്നും ആളുകൾ പറയുന്ന കാര്യം എന്താണ്? യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ, അന്ന് ജനം ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ, ഇന്ന പ്രവർത്തികളിൽ ഞാൻ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ആളുകൾക്ക് അന്ന് ചിന്ത വരും. അന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ഖാല കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അവനെന്ന് പറയും, റബ്ബേ എനിക്ക് ദുനിയാവിലേക്ക് പോകണം എന്നിങ്ങനെ അവൻ യാചിച്ചു കൊണ്ടിരിക്കും. അത് വൃഥാ പറയുന്ന കാര്യമാണ്. ഒരാൾ ഇതാ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് അവൻ ഒരു തിരിച്ചുവരവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിതാ ഈ നിശ്ചയിക്കപ്പെട്ട ഈ ദിവസങ്ങൾ അത് നമ്മൾ മുതലെടുക്കുക. ഇങ്ങനെയുള്ള ഖേദിക്കേണ്ട ദിവസത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കും. അവന്റെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധനയിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ആരാധനയിൽ നിന്ന് വിരമിക്കാൻ വെച്ച് തന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം വരുന്നത് വരെ നിന്റെ റബ്ബിനെ ആരാധിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നിശ്ചയിച്ച സമയം, നമ്മുടെ അവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകം റമദാൻ മാത്രമല്ല, അതല്ല എങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല ദിവസങ്ങളിൽ മാത്രം ആരാധിക്കുക. അതിനു പുറമെ അല്ലാഹുവിനെ മറന്നു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്ദികെട്ട വർഗം നമ്മൾ തന്നെ ആയി പോകുമെന്നുള്ളതാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. ഇത് ഞാൻ പറയുന്നത് എനിക്ക് വല്ല മെച്ചവും ഉണ്ടാകുന്നത് കൊണ്ടല്ല. വല്ലാഹി ദുനിയാവിപരമായി എനിക്ക് ഒരു മെച്ചവുമില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകണം. വല്ലാഹി നസീഹത്തിന്റെ ഭാഷയിൽ പറയുന്നതാണ്, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിലേക്ക് മടങ്ങണം, അവനെ മാത്രം ആരാധിക്കണം. അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉച്ചരിച്ച് മരിക്കുകയാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള അടിമകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണ്? മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരാളുടെ ഹൃദയത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്വർഗ്ഗമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് മടങ്ങുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم انصر إخواننا في كل مكان، اللهم انصر إخواننا في كل مكان. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.